കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഈ പടത്തിനെക്കുറിച്ച് റീലിട്ടെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. മൊത്തം വിഷയമാണ്, കമൻറ്റ് ബോക്സിലും മൊത്തം വിഷയമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ DSR എന്ന് പറഞ്ഞ പടത്തിനെക്കുറിച്ച് തന്നെയാണ്. ഡയറക്ടർ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പോയിട്ടുണ്ട്. പേടിപ്പിക്കുന്നില്ല, ഇതൊരു ഹൊറർ മൂവിയാണോ, അങ്ങനെയാണോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടു എന്നിട്ടൊന്നും പറ്റിയില്ല, അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെയും രണ്ടൊന്ന് റീല് കണ്ടപ്പോൾ ഈ സെയിം സംഭവങ്ങളൊക്കെ ഞാൻ അവിടെയും കണ്ടു. ഓരോരുത്തർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് എനിക്കും ഒന്ന് സംസാരിച്ചു കൂടാ എന്ന്. അപ്പം അങ്ങനെ ഓർത്തപ്പോൾ പിന്നെ ഞാനൊന്ന് സംസാരിച്ചേക്കാമെന്ന് വെച്ചു. പക്ഷേ ഈ ഒരു പടത്തിനെക്കുറിച്ച് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള ക്രൈം ഫയൽ സീസൺ 2 എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ഇറങ്ങിയല്ലോ, അതിലും ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവർ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് DSRയിൽ തുടങ്ങാം. ഒന്നാമത്തെ കേസ്, ഇതിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഭയങ്കര ഒരു ക്ലാരിറ്റി തരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആണ് മെയിനായിട്ട് ഞാൻ കണ്ടത്. പണ്ടത്തെ പോലെ നമ്മളെല്ലാം സീൻ ബൈ സീൻ ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരേണ്ട ഒരു സ്പൂൺ ഫീഡിങ്ങിൻ്റെ ആവശ്യം ഇപ്പോൾ നിലവിൽ ആ സീൻസ് ഡിമാൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ സിനിമ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരുപാട് സ്പൂൺ ഫീഡിങ് ആയാലും ഈ സിനിമയുടെ റൺ ടൈം മാറും. ഈ സിനിമയുടെ റൺ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 2 എന്നുള്ളത് 2.5 വരും. അപ്പോൾ ഈ 2.5 മണിക്കൂർ പടം എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും വലിപ്പിക്കലാവാം. ഇതങ്ങ് ഏറ്റില്ലെങ്കിൽ, ഈ സീൻസ് കാണിക്കുമ്പോൾ അങ്ങ് ഏറ്റില്ലെങ്കിൽ അതൊരു വലിപ്പിക്കലാവും. ഭയങ്കര വലിപ്പിക്കലായി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു 2.5 മണിക്കൂർ 1.25 മണിക്കൂറിലായിട്ട് പടത്തിന് ട്രിം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രിം ചെയ്യുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ, ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കുറേ സാധനങ്ങൾ എടുത്തു കളയും. അത് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ ഈ പറയുന്ന ആൾക്കാരൊന്ന് തിങ്ക് ചെയ്യാൻ വേണ്ടി, എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും തിങ്ക് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടും സീൻസ് കട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, സ്ക്രീൻ പ്ലേ കട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ DSRയിൽ വെച്ച് നോക്കുമ്പോൾ അധികം സീൻസും നമുക്ക് അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഫോർ എക്സാമ്പിൾ, മിക്കവരും ചോദിക്കുന്നതാണ് കനി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു. നമ്മുടെ വ്യൂവിൽ, പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്ത് വേണേലും തീരുമാനിക്കാം. ഒന്ന് ചിലവർ പറയുന്നത് കണ്ടു, ഈ പറഞ്ഞ പ്രേതത്തിന്റെ അറ്റാക്ക് മൂലമാണ് അവള് ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് വേറെ രീതിയിലും ചിന്തിക്കാം. ഇപ്പൊ ഇവൻ തേച്ചിട്ട് പോകുന്നത് കൊണ്ടാണ്, കാരണം അവന്റെ ക്യാരക്ടർ കാണിക്കുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അവൻ അത്ര നല്ലവനായിട്ടൊന്നും അല്ല കാണിക്കുന്നത്. പ്രോപ്പറായിട്ടൊരു അവിഹിതം സെറ്റപ്പ് പുള്ളി കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഉള്ള ഒരാൾക്ക് മറ്റൊരാളുടെ ഇമോഷൻസ് കാണാൻ താല്പര്യമില്ല. ഓൾറെഡി അവനും അത് പറയുന്നുണ്ട്. അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ നിർത്തി. അപ്പൊ അവൻ കോൾ അറ്റൻഡ് ചെയ്യാണ്ടായി, എല്ലാ കാര്യങ്ങളും നിർത്തി കഴിഞ്ഞപ്പോൾ ഓക്കെ, അവള് സ്വാഭാവികമായിട്ട് നിർത്തി. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിരിക്കും നടന്നത്. അപ്പോൾ അവൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരുത്തനായിരിക്കാം. സോ അവനിങ്ങനെ തേച്ചപ്പോൾ ഓക്കെ, അവളും മടുത്തു, അവള് ജീവിതം അവസാനിപ്പിക്കാന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ആവാം. പിന്നെ പ്രേതം അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് ഒന്നും മെറ്റാണ്. ഒരു 70% ഞാൻ വിശ്വസിക്കുന്നത് ആ സ്റ്റോറിയിലാണ്. അതാണ് മെയിൻ ആയിട്ട് സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം. പ്രേതം അറ്റാക്ക് ചെയ്തതും കൂടെ വരാം. അപ്പോൾ ഒരു +30 ഒരു 100%. അതാണ് ഞാൻ ഊഹിച്ചു വെച്ചേക്കുന്ന കാര്യം. പിന്നെ പറയുന്ന കാര്യമാണ് അനിയൻ ചക്കൻ എന്തിനാണ് പ്രേതം അറ്റാക്ക് ചെയ്തതെന്നുള്ളത്. ആ പറയുന്ന കനി എന്ന് പറയുന്ന പെൺകുട്ടിനെ അത്രയധികം സ്നേഹിക്കുന്ന ഒരുത്തൻ, പ്രണവ അവളുടെ ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്നത് ആ പ്രേതത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പ്രേതം ഈ പ്രണവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ പുള്ളി പറയുന്ന അനിയൻ അവിടെ വരുന്നു. അപ്പോൾ അനിയൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അവള് കെണ്ടി ചാടിയതിന് ഞാൻ എന്ത് ചെയ്യാനെന്ന്. അപ്പോൾ പുള്ളി അത്രയും ദേഷ്യപ്പെട്ടിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. സോ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ടെമ്പർ തെറ്റിയിട്ട് പുള്ളി എടുത്ത് താഴ്ത്തിട്ടിട്ടതായിരിക്കും പ്രേതം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഓൾറെഡി അങ്ങനെയാണ് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് മതി, നമുക്കത് കൺവീനിയന്റ് ആണ്. പിന്നെ ഈ കനി ഫിലിപ്പ് ആരാന്നുള്ളത് കൂട്ടുകാരിയോട് പറയുന്നില്ല എന്നുള്ളൊരു സീൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അത് വീടിൻ്റെ അയലക്കത്തുള്ളതായിരിക്കും. ചിലപ്പോൾ ഇവന്റെ മനോനില വേറെ രീതിയിലൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ പറയാത്തതായിരിക്കാം. അതൊരു പട്ട് കേസാന്ന് വല്ലതും പറഞ്ഞു കാണും, അയലക്കംകാരാണെന്നൊന്നും പറഞ്ഞു കാണത്തില്ല. അവനൊരു പ്രത്യേക ക്യാരക്ടറാന്നൊക്കെ ഓൾറെഡി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആളൊരു പട്ട് കേസാന്നൊക്കെ പറഞ്ഞു കാണാം. ചിലപ്പോൾ കൂട്ടുകാരി പറഞ്ഞു 5-6 മാസം മുന്നേ നടന്ന കാര്യമാണ്, കറക്റ്റ് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതെല്ലാം ഇങ്ങനെ സീൻ ബൈ സീൻ പറയേണ്ട കാര്യങ്ങൾ അവിടെ ഇല്ല. ഡയറക്ടർ ഈ പടത്തിനകത്ത് പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നീറ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഈ പടത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞത്. അല്ലാതെ ഡയറക്ടർ ഈ പറയുന്ന ഈ ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ സ്പൂൺ ഫീഡിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അയാൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വേറിട്ടൊരു അനുഭവം നൽകുക, കാണുന്ന പ്രേക്ഷകന് വേറിട്ടൊരു അനുഭവം നൽകുക എന്നുള്ള ഒരു ഇതേ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുവാണെങ്കിൽ, ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ പുള്ളി ഉദ്ദേശിക്കുന്നത് ജംപ് സ്കെയർ സീൻസ് ഇല്ലാത്ത ഒരു മൂവി. അതിപ്പോ ഒരു ഹോളിവുഡ് ലെവലിൽ മൂവി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ അങ്ങനെ രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മുടെ നാട്ടുമ്പുറമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നീറ്റായിട്ട് എടുത്തു വെക്കണം. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ജംപ് സ്കെയർ സീൻസ് സ്വാഭാവികമായിട്ടും പ്രേതപ്പടം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ജംപ് സ്കെയർ വേണം. പ്രേതം മുന്നിൽ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ, ഒരു ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ ഇങ്ങനെ പ്രേതം വന്ന് മുന്നിൽ നിന്ന് പേടിപ്പിക്കുക, അങ്ങനെ നമ്മൾ പേടിക്കുക, വലിയ സൗണ്ട് ഇട്ട് പേടിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാതെ നോർമലായിട്ട്. ഓൾറെഡി ഇതൊരു തിയേറ്റർ വാച്ച് മൂവിയും കൂടിയാണ്. നമ്മൾ ഈ പറഞ്ഞ ഡോൾബി കാര്യങ്ങളിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ ആ വരുന്ന സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ വരും, നമുക്കൊരു സ്കെയറി ഫീലിംഗ് വരും. അതാണ് ഡയറക്ടർ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ജംപ് സ്കെയർ കാണിച്ച് പേടിപ്പിക്കുക എന്നുള്ള ഒരു തീം പുള്ളിക്ക് ഉണ്ടായിരുന്നിട്ടേ ഇല്ല. അതാണ് ഈ പടത്തിൽ നമുക്കത് വ്യക്തമാണ്. പുള്ളി ഉദ്ദേശിച്ചത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നൽകുക എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. അതിവിടെ പ്രോപ്പറായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന കഥയിലെ ലൂപ്പ് ഹോൾസ്, അതിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് ലൂപ്പ് ഹോൾസിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നമുക്ക് നടിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ, ഇത് ഇങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. എത്രയോ പടങ്ങൾ ഇതിനേക്കാളും വലിയ ലൂപ്പ് ഹോൾസ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്, ഒട്ടും കൺവീനിയൻ്റ് അല്ലാത്ത രീതിയിൽ. അതൊക്കെ നമ്മൾ മറന്ന്, അതായത് അന്യഭാഷ ചിത്രങ്ങളാവാം അതൊക്കെ, പക്ഷെ അതൊക്കെ നമ്മളത് കണ്ടില്ലാന്ന് കേട്ട് നടിച്ച് നമ്മൾ ആ പടം ഇരുന്ന് കാണുന്നതും അവരെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ല പടമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. മലയാളത്തിൽ നിന്നൊരു പടം വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഹെയ്റ്റ് വെക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് ഫാൻ ഫൈറ്റിന്റെ പുറത്ത് പറയുന്നതാണോ? നല്ല പടമാണെങ്കിൽ അംഗീകരിക്കുക, നല്ല പടമാണിത്. ഈ ഡയറക്ടർ ഉദ്ദേശിച്ച രീതി എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ ഈ പറയുന്ന പ്രേതപ്പടം എന്ന് പറഞ്ഞൊരു ടാഗിൽ വന്നിട്ട് ഇതിപ്പോൾ ജംപ് സ്കെയർ സീൻ ഇല്ല എന്നും പറഞ്ഞത് കൊണ്ട് ഇത് പ്രേതപ്പടം അല്ലാതാവുന്നില്ല. പ്രേതമുണ്ട്, കാണിക്കുന്നുണ്ട്, ഓക്കെയാണ്. പിന്നെ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ ആങ്ങളച്ചെറുക്കൻ എന്തിനാണ് ഇത്ര ടെൻഷൻ ആവണേന്ന്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മനോനില തെറ്റുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലാണ്ട് ടെൻഷനല്ല. സ്വന്തം കുടുംബത്തിലെ സ്വന്തം ചേച്ചി അല്ലെങ്കിൽ പെങ്ങള് മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എല്ലാവരുടെയും മൈൻഡ് ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ കുറച്ച് എന്താ പറയുക, പറയുന്ന അനിയൻ്റെ മൈൻഡ് ഒന്ന് ഡിവേറ്റ് ആയിപ്പോയി. അപ്പോൾ പുള്ളി അതിനനുസരിച്ചാണ് പിന്നെ ഓരോന്നും കാണിക്കുന്നത്. അല്ലാണ്ട് പുള്ളിക്ക് ഈ മരണത്തിൽ, അവൾ ചേച്ചിയുടെ മരണത്തിൽ പങ്കുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു തിയറി ഞാൻ കണ്ടു, അതുകൊണ്ടാവാം പ്രേതം അറ്റാക്ക് ചെയ്തതെന്ന്. അങ്ങനെ അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ പ്രേതത്തിന് പണ്ട് അറ്റാക്ക് ചെയ്യാൻ പാടില്ലേ? ഇത് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഇത് അവൻ്റെ വീട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പോൾ പെങ്ങള് മരിച്ചതിൻ്റെ ഉള്ള ഷോക്ക് ഉണ്ടല്ലോ, അതിൽ പുള്ളി അങ്ങനെ കാണിച്ചു കൂട്ടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ജിബിൻ ഗോപിനാഥ് ചെയ്ത ക്യാരക്ടർ, അയാളുടെ അടുത്ത് അവൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തോന്നലുകളൊക്കെ ശരിയായില്ലേ. ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങേരിപ്പോൾ അത് മന്ത്രവാദം കൊണ്ടുള്ള ഒരു സംഭവം ഒന്നും തോന്നണില്ല. കാരണം ഇപ്പം ഈ പറയുന്ന ഡിപ്രസ്ഡ് സ്റ്റേറ്റിലിട്ട് പോയേക്കുന്ന ഒരു പെൺകുട്ടി കാണിക്കുന്ന കാട്ടായങ്ങൾ ചിലപ്പോൾ കണ്ടപ്പം പുള്ളിക്ക് നോർമലി തോന്നിയതായിരിക്കാം. അതിങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നു മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതായത് ഇപ്പോൾ അമ്മമാരാണ്, പഴയ കാലത്തെ ആൾക്കാരാണ്, അപ്പോൾ അവർക്ക് ഇങ്ങനെ പറയാമല്ലോ. ഇവരെന്തോരം പേര് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, കണ്ടോ ദൈവം കാണിച്ചു തന്നെയാണ്, അച്ഛൻ കാണിച്ചു തന്നെയാണെന്നൊക്കെ പറയുന്ന രീതിയിലുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്ക് അതുപോലെ അന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ പുള്ളിക്ക് ചിലപ്പം ഇവളുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ തോന്നിയതായിരിക്കാം. ഒരു ഡിപ്രസ് സ്റ്റേറ്റിലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഇവള് ചിലപ്പം ഈ പറയുന്ന പോലെ കെണ്ണിൻ്റെ കയ്യിൽ പോയി നിൽക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാമല്ലോ. അപ്പോൾ അതൊന്നും സീൻ ബൈ സീനൊന്നും കാണിക്കാത്തതാണ് ഈ സിനിമയിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെയും റൺ ടൈം കൂടും, ലാഗാവും, ഇതൊക്കെ വരും. അന്നേരം എല്ലാവരും ഈ ലാഗിന് കുറ്റം പറയും. ഈ 2.5 മണിക്കൂർ ഭയങ്കര ലാഗാണ്, അതാണെന്നൊക്കെ പറയും. പക്ഷേ ഇതിൽ അതൊന്നും കാണിക്കാത്തപ്പോൾ ഇപ്പോൾ അതായി കുറ്റം. പക്ഷേ ഇതിങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. സിമ്പിൾ, വളരെ സിമ്പിൾ ആവറേജ് കഥയാണ്. അതിന് വേറിട്ടൊരു രീതിയിൽ നല്ലൊരു അനുഭവം നൽകുക എന്ന് മാത്രമേ ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിവിടെ പ്രോപ്പറായിട്ടായിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന് വരുന്ന ഹെയ്റ്റ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പ്രണവ് അഭിനയിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഹെയ്റ്റ് വരുന്നത്, ഒരു പിടുത്തമില്ല. ഈ പടം ഒരു 0 പ്രൊമോഷൻ ചെയ്ത പടമാണ്. ഒട്ടും തന്നെ പടത്തിന് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. ആകെ വെച്ചത് 2 പ്രീമിയർ ഷോസ്. പിന്നെ വേർഡ് ഓഫ് മൗത്തിൽ കയറി വന്നതാണ് ഈ പടം. അപ്പോൾ കണ്ട ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. ഒരുപാട് ഇത് ഫാൻ ഫൈറ്റിന്റെ ബലത്തിൽ ഇങ്ങനെ വലിച്ചു കീറേണ്ട കാര്യമൊന്നും ഈ പടത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല നീറ്റ് പടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പറയുന്ന ഇതേ സെയിം സിറ്റുവേഷനാണ് കേരള ക്രൈം ഫയൽസിന്റെ ഈ സീസൺ 2ന്റെ ഞങ്ങൾ ആ വെബ് സീരീസിന്റെ ഒരു റീൽ ഇട്ടായിരുന്നു, അതിലും കണ്ടത്. എന്തുകൊണ്ട് അയാൾ കൊന്നത് കാണിക്കുന്നില്ല, അയാളാണോ കൊന്നത്, ഇതൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാലം കുറേയൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ പല സിനിമകളും ഇപ്പം ഒരുപാട് ഇംഗ്ലീഷ് സിനിമയിൽ ഇങ്ങനെയുണ്ടല്ലോ, അവരൊന്നും സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്കത് കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്. ഇംഗ്ലീഷ് പടം കാണുന്നവർ ഓക്കെ കുഴപ്പമില്ല, നല്ല പടം, അത് നല്ല ഡയറക്ടറാണല്ലോ, അതങ്ങ് ഹോളിവുഡിലല്ലേ, ഇന്ന ആളല്ലേ, അത് അങ്ങനെയല്ല. നമ്മൾ അവിടെ ചെയ്യുമെങ്കിൽ ഇവിടെ ചെയ്താൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. നമുക്കത് അവിടെ അക്സെപ്റ്റ് ചെയ്യും, ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. അതത്ര നല്ലൊരു സ്വഭാവമല്ല. അവിടെ ഇങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്, ക്രൈം ഫയൽസ് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് വെറുതെ നമുക്ക് ഇട്ട് തരും. ആ സംഭവം ഇട്ട് തരുന്നിട്ട് നമ്മളിരുന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇട്ട് തരുന്നത്. അതുപോലെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാൽ പിന്നെ ഞങ്ങൾ തന്നെ മനസ്സിൽ സ്വപ്നം കണ്ട് സിനിമ കണ്ടാൽ പോരെ, ഇങ്ങനത്തെ കുറെ കമന്റുകളൊക്കെയാണ്. ഞങ്ങളിങ്ങനെ ഇരുന്ന് കണ്ടാൽ പോരെ, നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് സിനിമ എടുക്കുന്നത്, ഞങ്ങൾ മനസ്സിൽ കണ്ടാൽ പോരെ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് സിനിമയുടെ ബ്യൂട്ടിയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ തരിക എന്ന് പറയുന്നത് അതൊരു വേറൊരു ബ്യൂട്ടിയാണ് പടത്തിൻ്റെ. നമ്മൾ ആ സിനിമ ആയും തൊട്ട് അല്ലെങ്കിൽ ആ വെബ് സീരീസ് ആയും തൊട്ട് കണ്ട ഒരാൾക്ക് ഇയാൾ എന്തിനാണ് ഇതൊക്കെ ചെയ്ത്, ആരെ കൊന്നു, ഇയാളെ കൊന്നത് എന്തിനാണ്, എങ്ങനെ കൊന്നു, എന്നിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളത് പറയാതെ തന്നെ ആ വെബ് സീരീസിൽ മൊത്തം പറയുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഭംഗി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാതെ ഈ സ്പൂൺ ഫീഡിങ് വേണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി എല്ലാവരും കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു. എത്ര കൊല്ലങ്ങൾ കൊണ്ട് എത്ര സിനിമകൾ വന്നു, എല്ലാം തന്നെ ആൾക്കാർ കണ്ട സാധനങ്ങൾ നമ്മൾ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആവർത്തന വിരസതയാവും. അപ്പോൾ ഈ റൺ ടൈം കൂടും, ലാഗാവും. ഇതൊന്നും പിന്നെയും കാണിക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. ചിലവരുണ്ട് അത് ഈ പറയുന്ന ഹോളിവുഡിൽ കണ്ടു കഴിയുമ്പോൾ അവർക്ക് അത് ഓക്കെയും ഇങ്ങോട്ട് വരുമ്പോൾ അത് ഓക്കെ അല്ലാതാവുന്ന ഒരു സീൻസ് ഉണ്ട്. അങ്ങനെ വലിച്ചു കയറേണ്ട കാര്യമില്ല ശരിക്കും. മലയാള സിനിമയിൽ മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ പലരും ഇതിനെ മാറ്റങ്ങൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ഒരു കഥയാണെന്നുണ്ടെങ്കിൽ സീൻ ബൈ സീൻ കാണിക്കാം, ഇങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കാം. പക്ഷേ ഇതിപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ്
സ്റ്റോറീസ് ഒന്നും അല്ല ഈ പറയുന്ന DSRയുടെയും അല്ലെങ്കിൽ പറഞ്ഞ കേരള ക്രൈം ഫയൽ സ്റ്റോറീസിൻ്റെ ഒന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അതിൻ്റെ ഒന്നും സ്പൂൺ ഫീഡിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അത് ആ സ്ക്രിപ്റ്റ് റൈറ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ ഇട്ട് കൊടുക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് ചിന്തിക്കാൻ നോക്കുക. ഇപ്പോൾ ആ പുള്ളി ഫോളോ ചെയ്യുന്ന ഡയറക്ടേഴ്സും ഈ പറഞ്ഞ ക്രിസ്റ്റഫർ നോളനും ഡെന്നീസൊക്കെയാണ്. അപ്പോൾ അവരുടെ പടങ്ങൾ അതുപോലെയൊക്കെ തന്നെയാണ്. അവരുടെ പടങ്ങൾ കണ്ട ആൾക്കാർക്ക് അറിയാം എത്രത്തോളം സീൻ ബൈ സീൻ സ്പൂൺ ഫീഡിങ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആ രീതിയിലോട്ടൊക്കെ വരാൻ നോക്കുന്നതാണ്. ക്രിസ്റ്റഫർ നോളന്റെ പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാണ്. അതേസമയം അതുപോലെ ഒരു രീതിയിൽ ചിന്തിച്ച് ഇവിടെ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല, അങ്ങനത്തെ ചിന്താഗതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. DSR അത്യാവശ്യം നല്ല പടം തന്നെയാണ്. അത് കാണേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്, ജംപ് സ്കെയർ സീൻസ് ഒന്നുമില്ല, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. നമുക്ക് എല്ലാം വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു, അത്ര നല്ലതല്ല. ഉള്ളത് കൊണ്ട് നല്ലതാണോ എന്ന് നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് DSR വളരെ നല്ലൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് അത് എന്നെ ബോറടിപ്പിച്ചില്ല. പറയാനുള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ അതിനകത്ത് കൂടുതൽ ശ്രദ്ധിച്ചത് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, കളറിങ്, അല്ലെങ്കിൽ ഈ സീൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതി, അയാൾ പേടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മാർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതുപോലെ ഇനി ഒരുപാട് കഥകളൊന്നും വരാനില്ല. വന്ന കഥകൾ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിമറിച്ച് ചെയ്യുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. മഹാരാജ എന്ന് പറഞ്ഞൊരു തമിഴ് പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ സ്ക്രീൻ പ്ലേ വളരെയധികം ഇംപ്രസീവ് സ്ക്രീൻ പ്ലേ ആണ്. എല്ലാവരും പുകഴ്ത്തി പറഞ്ഞ സ്ക്രീൻ പ്ലേ ആണ്. ശരിക്കും പറഞ്ഞാൽ അത് നോൺ ലീനിയർ ചെയ്തുകൊണ്ടാണ് ആ പടത്തിന് അത്രയും ഒരു ഭംഗി ലഭിച്ചത്. ആ സാധനം നോൺ ലീനിയർ അല്ലാതെ ചെയ്തെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുണ്ടാ കഥയ്ക്കകത്ത് ഒന്നുമില്ല, വെറുതെ ഒരു ഫ്ലാറ്റ് കഥ, ഒരുപാട് കേട്ടേക്കണ കഥയും. പക്ഷേ ആ കഥയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് നോൺ ലീനിയർ ചെയ്തുകൊണ്ടാണ് അതിന് അത്രയും ഭംഗിയുള്ളത്, ഇത്രയും നല്ല രീതി ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ ഓരോ മാറ്റങ്ങളാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. നോൺ ലീനിയർ അല്ലാതെ ആ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടം ഇട്ട് നല്ല പൊട്ടും. കാരണം ഒരുപാട് കണ്ടേക്കണ കഥയാണ്, അതിനകത്തൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ ഓരോന്ന് മാറി ചിന്തിക്കുന്നതാണ് ഇതൊക്കെ, മാറ്റങ്ങളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ അങ്ങനെ കാണുക ഈ പടങ്ങളെ. നല്ല നല്ല പടങ്ങൾ വരുന്നത് അങ്ങനെയാണ്. നമ്മൾ വെറുതെ ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ ആ പടത്തിനെ വലിച്ചു കീറാൻ നിൽക്കരുതെന്നാണ് പറയുന്നത്. ഒരുപാട് ഹേറ്റ് വരുന്നുണ്ട് ആ പടത്തിന്. ഇപ്പോൾ ഞാൻ ആ റീൽ ഇട്ടതിന് ശേഷമാണ് എനിക്കിത് മനസ്സിലായത്. അപ്പോൾ ഇത്രയും ഹേറ്റിൻ്റെ ആവശ്യമൊന്നും ആ പടത്തിന് ഇല്ല. ഇത്രയും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലൊന്നും അല്ല പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്ര വലിയ തലപുകഞ്ഞ് ആലോചിക്കേണ്ട ഇത് മറ്റേ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻട്രസ്റ്റ്ലാറോ അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളന്റെ പടമൊന്നും അല്ലല്ലോ. നമുക്ക് നമ്മുടെ രീതിയിൽ ആ പടം ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കനി മരിച്ചത്, എന്തുകൊണ്ടാണ് അനിയനെ എടുത്ത് താഴെ ഇടുന്നത്, എന്തുകൊണ്ടാണ് മറ്റേ പൂജാരി മന്ത്രവാദത്തിന്റെ രീതിയിലൊക്കെ പറയുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കണോ? എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക. നല്ല പടമാണെങ്കിൽ നല്ല പടമാണെന്ന് പറയുക. ഇനിയുള്ള കാലങ്ങളിലായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വരുന്നത്. സ്പൂൺ ഫീഡിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും. പണ്ടത്തെ പോലെ സ്പൂൺ ഫീഡിങ് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഓക്കെ, ഇതൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അടുത്ത പടമായിട്ട് പിന്നെയും വരാം. ഓക്കെ, ബൈ.